പോയി കിടന്നോ. ഓക്കെ. എന്താ കറി ഇഷ്ടപ്പെട്ടില്ലേ? കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ കഴിക്കാത്തെന്താ? അല്പം കയ്പായതുകൊണ്ടാ. ഞാൻ ചോദിച്ചാലൊഴി നിങ്ങൾ എന്നോടൊന്നും പറയില്ലേ? അമ്മോ, എത്ര തവണ പറയണം ആ ഫോൺ കട്ട് ചെയ്തിട്ട് ഉറങ്ങാൻ നോക്ക്. വീണ്ടും സ്വപ്നം കണ്ടല്ലേ? നീ വെറുതെ ടെൻഷൻ അടിക്കുമെന്ന് വിചാരിച്ചാ ഞാൻ പറയാം. പറഞ്ഞാലല്ല, പറയാതിരുന്നാലാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത്. കൂട്ടാൻ ശരിയല്ലെന്ന് പറയുമ്പോ അപ്സെറ്റ് ആവുന്ന നിന്നോട് ഞാൻ സ്വപ്നത്തെ കുറിച്ച് അതൊന്നും എനിക്ക് കേൾക്കണ്ട സഞ്ജീവ്. നിങ്ങൾ എല്ലാം എന്നോട് പറയണോ, അത്രേ ഉള്ളൂ. നാളെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നു. 10 കൊല്ലമായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക, പുള്ളിയും ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്ത് പ്രയോജനം? ഓക്കെ, പോവാം. കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ തന്നെ പോവാം. ഒരു തമാശ പറഞ്ഞാൽ മതി, നാളെ പോവാം. ഡോക്ടർ മെഡിക്കൽ ക്യാമ്പിന് പുറത്തു പോയിരിക്കുക പല്ലവി. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ഡോക്ടർ മെഡിക്കൽ ക്യാമ്പ് പോയിരിക്കുക. വരാൻ 3 ദിവസം ആകുന്നു. നിങ്ങൾ വിഷമിക്കരുത്. വിഷമിക്കുന്നത് ഞാനല്ല, നീയാ. ആ എന്താ എന്ത് പറ്റി? റിലാക്സ് റിലാക്സ് ഡോക്ടർ. എവിടെ നോക്കിയാ രക്തം. Calm down. Calm down. Please control yourself. Calm down. നിങ്ങള് വളരെ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, ഇന്ന് മുതൽ നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നവും ഈ ബുക്കിൽ പകർത്തിയാൽ മതി. ടേക്ക് ദിസ്. ഒരൊറ്റ സ്വപ്നം വീണ്ടും വീണ്ടും അത് തന്നെയാണ് റിപ്പീറ്റ് ആവുന്നത്. ഡോണ്ട് വറി, ഐ വിൽ പുട്ട് യു ഓൺ മെഡിക്കേഷൻ. എന്നെ അവിടേക്ക് കൊണ്ടുപോകാം. ഫ്ലഡ്സ് ഡ്യൂട്ടിക്ക് പോയ NGOs ആണ് നിങ്ങളിവിടെ കണ്ടത്. എന്നിട്ട് അവരാ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇത് മുഴുവൻ കാടല്ലേ? അതെ, ഇതിനു ചുറ്റും 30 കിലോമീറ്റർ സറൗണ്ടിങ്സ് മുഴുവൻ ഫോറസ്റ്റ് തന്നെയാണ്. താങ്ക് യു. ഇഡലി വേണോ ദോശ വേണോ? ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു, ബട്ട് ഇറ്റ്സ് എ ബിഗ് ഡിസിഷൻ. ഒന്ന് നന്നായി ആലോചിച്ച് നോക്ക്. അവന്റെ പാസ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അത് കാരണം ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്രോബ്ലം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആർ യു റിയലി റെഡി ഫോർ ദിസ്? പല്ലവിക്ക് സഞ്ജുവിന് ഇഷ്ടമായി. സഞ്ജു വളരെ നല്ല പയ്യനാണ്. പല്ലവി എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കുകയില്ല. അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ആലോചിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ കഴിക്കൂ. ആ മോളെത്തിയല്ലോ. നിങ്ങൾ കഴിക്കൂ, നിങ്ങൾ കഴിക്കൂ. ആയാ സർ. ഹലോ സഞ്ജയ്, നീ ഇപ്പൊ എവിടെ? ഹോസ്പിറ്റലിന് എതിരിലുള്ള ചായക്കടയിലാ. ആ, ഞാൻ വരാം.
ഈ കാശ് പിടിക്കുക. ഏത് ആക്സിഡന്റ് കേസ് വന്നാലും ആദ്യം എന്നെ അറിയിക്കണം. തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കൊരു ഫോൺ ചെയ്താൽ മതി. ശരി വേറെ ആർക്കും ഇത് നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ കാണാം സാറേ. ആ എന്താടാ? നീ ഒരു ജേർണലിസ്റ്റ് അല്ലേ? എന്താണ് ഇതൊക്കെ? ഇത് ശങ്കറിന്റെ തമിഴ് പടത്തിലൊരു ഡയലോഗില്ലേ, ഏത് കാലത്താണെങ്കിലും ഇൻഫർമേഷൻ ഇസ് ദ വെൽത്ത് എന്ന്. ഇപ്പൊ ഞാൻ ഇവനെ വാങ്ങിച്ചില്ലെന്ന് വെച്ചോ, നാളെ അതേ ന്യൂസ് വേറെ ന്യൂസ് പേപ്പറിൽ ഞാൻ വാങ്ങിച്ച് വായിക്കേണ്ടി വരും. എടാ അളിയ, നിന്റെ ഹൈദറിയിൽ കാലത്തെ സിദ്ധാന്തങ്ങളൊന്നും ഇപ്പൊ വർക്കൗട്ട് ആവില്ലടാ. തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഒരു അവസാനമുണ്ടായി എന്ന് കേരള പോലീസ് അറിയിക്കുകയുണ്ടായി. സംഭവം നടന്നതിന് ശേഷം മാത്രമാണ് പോലീസുകാർ അവിടെ എത്തുന്നുള്ളൂ എന്ന് കുറ്റം പറയുന്നവർക്ക് ഇനി ഒരിക്കലും അങ്ങനെ ഒരു പരാതി പറയേണ്ടി വരില്ല. ഇന്നു മുതൽ കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സധൈര്യം കേരള പോലീസ് അറിയിക്കുന്നത്. എഡിറ്ററാ ഫോൺ ചെയ്യുന്നത്, ഞാൻ മറ്റേ എന്നാ ശരി. സാർ വന്നു സാർ, 5 മിനിറ്റ് യാത്ര എത്തി. രക്ഷപ്പെടുത്തി അളിയാ, ഉള്ളതേ ലിമിറ്റഡ് എഡിഷൻ. ഇതിനെ ബേസ് ചെയ്ത് ഒരു ആർട്ടിക്കൽ എഴുതാൻ അങ്ങനെ ഓർഡർ. ശരിടാ, വൈകുന്നേരം കാണാം. ഓക്കെ ബൈ. Till now, we have 380 crimes prevent ചെയ്തു. We have passed down this information to other states also. അവരും more than 1000 crimes prevent ചെയ്തിട്ടുണ്ട്. And they are all implementing our model only. സാറേ, ഇത് ആദ്യം എങ്ങനെ തുടങ്ങിയെന്നൊന്ന് വിശദീകരിക്കുമോ? അത് ഒരു ക്രിമിനൽ കാരണമാണ് ഞങ്ങൾക്ക് ഈ തോട്ട് കിട്ടിയത്. ഒരു കൊലക്കേസിൽ അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഷോക്കായി. ഇന്റർനെറ്റ് മുഖേന കില്ലറെ ഹയർ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സൈബർ ഡിവിഷനിൽ വി സ്റ്റാർട്ടഡ് ദിസ് സെപ്പറേറ്റ് വിങ്, പ്രിവെന്റീവ് ക്രൈം സ്ക്വാഡ്. ഹൺഡ്രഡ്സ് ഓഫ് ഫേക്ക് കില്ലേഴ്സ് വെബ്സൈറ്റ്സിനെ ഞങ്ങൾ തന്നെ ഫോം ചെയ്തു. നിങ്ങൾ വിശ്വസിക്കില്ല, ദിവസവും എത്രയോ എൻക്വയറീസ് വരാറുണ്ട് കില്ലർ വേണമെന്ന്. ഈ പ്രിസ്മീറ്റ് കണ്ടതിന് ശേഷം ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടായാൽ ആ ആലോചന തന്നെ തെറ്റാണെന്ന് മനസ്സിലാക്കണം. ഇറ്റ്സ് എ വാർണിംഗ് ടു പീപ്പിൾ ലൈക്ക് ദാറ്റ്. ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, വി ആർ ഇൻക്രീസിംഗ് അവർ വെബ് പ്രസൻസ്. ഓക്കെ, അതിരിക്കട്ടെ സാറേ, കടത്തിക്കൊണ്ടുപോയ കുട്ടിയുടെ സ്ഥിതി ഇപ്പൊ എന്താ? Suomoto case has been filed. Today morning, Vishnu has taken over that case. And I'm sure in due course of time, he will solve the case. I have full confidence in him. മാഡം ഇത് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞു സാറേ. സാറേ അത് അല്ല മാഡം. ആ വിഷ്ണു, സാറേ അത് എന്താ ഇത്? എന്ത് സാധനമാണ് ഇത്? അത് സാറിന് വേണ്ടി മാഡം ഉണ്ടാക്കിയ ഡയറ്റ് ഫുഡാ. നമ്മുടെ ഏരിയയിലെ കേബിൾ ടി വിക്കാരൻ്റെ അഡ്രസ്സ് വാങ്ങണം. ആ ടി വിയിലെ പ്രോഗ്രാം കണ്ടിട്ട് ഓരോ ദിവസം ഓരോ ഡയറ്റാന്നും പറഞ്ഞ് എന്നെ കൊല്ലുക. അല്ല സാറേ, ഇത് യൂട്യൂബ് കണ്ടുപിടിച്ചതാ. ആ വിഷ്ണു പറയടോ. അതല്ല സാറേ, ഞാൻ ഇനിയും 18 ദിവസത്തിൽ റിട്ടയർ ആവാൻ പോവാ. ഇപ്പോ കേസ് ഇതെല്ലാം ഞാൻ ചെയ്തതല്ലടോ. ആ കമ്മീഷണറാണ് ഈ കേസ് തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞത്. പ്രിവെന്റീവ് ക്രൈം സ്ക്വാഡിന്റെ പെർഫോമൻസ് കണ്ടിട്ട് അയാൾ ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. തെരക്കോ ഈ കേസിലേക്കോ പോലാ. വേറെ എന്തെങ്കിലും പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഡയറക്റ്റ് അടിച്ചെന്ന്. എന്തായാലും തനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. തേരാത്തോ ബയാത്ത് ഖേലേ. ഓക്കെ സാർ. വേറെ എന്തുണ്ട് കഴിക്കാൻ? ഇതേ ഉള്ളു. ഇതേ ഉള്ളോ?